ഗുളികപ്പ അവിടെ വെച്ച് ആ ഫോൺ ഇട്ട് പൊട്ടിച്ചില്ലേ നിങ്ങള്? ആകെ ഉള്ളൊരു ഫോണേന്ന്. എന്ത് പണി നിങ്ങൾ ഈ കാട്ടണത്? കണ്ണാണൂലെന്നുണ്ടെങ്കിൽ ഒരു പാത്തി ഇരിക്കാ വേണ്ടത്. അത് ഞാൻ എന്റെ ഗുളിക തരണപ്പോ കൈയെത്തിട്ട് ഫോണ് വീണു. അറിയാതെ പറ്റിയതാണ്. അറിയാതെ. എന്താണ് ഇവിടെ രണ്ടാളും കൂടി നേരം നോക്കുമ്പോ തുടങ്ങിയതാണല്ലോ. നിങ്ങൾ നേരം വെളുത്താ തുടങ്ങി. എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങൾ പറയണത്? അതെടാ, ഞാനേ ഗുളിക ഫ്രിഡ്ജിന്റെ മേലെ വെച്ച് നിന്നല്ല ഇപ്പൊ കാണാനല്ലേ തെരഞ്ഞപ്പോ ഓളെ ഫോണ് താഴത്തേക്ക് വീണു. അറിയാതെ വീണതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒച്ചമൂലി ഉണ്ടാക്കുന്നത് കാണാതെ തട്ടിയതല്ലേ? നിങ്ങളമ്മക്കെ കണ്ണ് കാണാനില്ലാന്നുണ്ടെങ്കിലേ ഒരു പാത്ത അവിടെ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടാണ് വാങ്ങി കൊടുത്തൂടി. ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഫോണല്ലേ, അത് ഇട്ട് പൊട്ടിച്ചപ്പോ സമാധാനായി. കൊണ്ടാടണം ഈ പെരന്റെ ഉള്ളിൽ ഒരു സാധനം വെച്ച ഇരിക്കൂല. ഓരോന്നും കൂടെ പൊട്ടിക്കും. നേരം വെളുത്താ തുടങ്ങും ഓരോന്ന് പൊട്ടിക്കല്. അതൊരു കഷ്ടം. ആരില്ല, മങ്ങള് വിഷമിക്കണ്ട. ഓളാക്കെ പറഞ്ഞോട്ടെ, സങ്കടപ്പെടില്ലേ. പൊട്ടിക്കണല്ലോ റബ്ബേ. അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേ? ആ മിറ്റൊക്കെ ഒന്ന് പോയി അടിച്ചു പോയി നോക്കിങ്ങള്. നല്ല മഴയാണ് പുറത്ത്. ഞാൻ എങ്ങനെ അടിച്ചോര് പോയിട്ട്? മഴേ അത് സാരില്ല. നിങ്ങൾ കുറച്ച് മഴ കൊണ്ടു വെച്ചിട്ടേ ഒരു കുഴപ്പമില്ല. വേഗം പോയിട്ട് ആ അടിച്ചു വരി. നിറച്ച് ചമ്മല വീണിക്കണു. ഇനി ഉച്ച വരുന്നെങ്കിൽ ഒന്നും കൂടി അടിക്കാനുള്ളതാ. വേഗം ചെല്ലിങ്ങള്. വെറുതെ ഇങ്ങനെ ഇരിക്ക. എന്റെ ഫോൺ പൊട്ടിച്ചിങ്ങാണ്ട് തള്ള പറഞ്ഞാലും കേൾക്കൂല. മഴയും ചാറുന്നുണ്ട്. എന്താ മങ്ങൾ ഈ ചെയ്യണത് ഈ മഴയത്ത്? ഞാന് ഇവിടെ നല്ല കച്ചറുണ്ടേ, അപ്പൊ അതൊന്നും അടിക്കട്ടെ വെച്ചിട്ട് കൊണ്ട് ഇറങ്ങിയതാ. ഈ മഴയത്തോ? നിങ്ങളോട് ആരിപ്പോ ചെയ്യാൻ പറഞ്ഞത്? ആരും പറഞ്ഞല്ലടാ, ഞാൻ ഇതിവിടെ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോ അടിച്ചു വരാ വിചാരിച്ച്. ഈ മഴ അതേപോലെ വീഴ്ക്കലും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? നിങ്ങൾ ഇങ്ങോട്ട് കേറിക്കാണി ഒത്തുക്ക്. നിങ്ങളമ്മാനോടേ ഞാൻ തന്നെയാണ് പറഞ്ഞത് അടിച്ചു വരാന്. എന്തിനാ നിങ്ങളമ്മ നോണ അറിയണത്? ഞാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞാ പോരെ. എന്നിട്ട് എന്തേലും പറ്റി കഴിഞ്ഞാ പിന്നെ എന്റെ മേത്തേക്ക് ഇടുമല്ലോ. എന്താ അടി ഇങ്ങനെ? അതൊക്കെ തീരെ എന്തല്ലേ? എന്താ എന്തല്ലേ നിങ്ങൾ ചോദിക്കണത്? ഈ പെരനുള്ളത് പണി ഇക്ക് ഒറ്റക്ക് എടുക്കാനൊന്നും പറ്റൂല. എന്താ നിങ്ങളമ്മ 4 നേരം വെട്ടി വീങ്ങുണ്ടല്ലോ ഞാൻ വെച്ചുണ്ടാക്കിയത്. അപ്പൊ പുറത്തത്തെ പണിയൊക്കെ ഒന്ന് നിർത്തിച്ചിട്ടേ ഒന്നും വരൂല. ഈ മഴയത്തോ? ആ മഴ വല്ലാതൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ ചാറിനല്ലേ ഉള്ളൂ. ഇനി ഉമ്മാക്ക് ഈ മഴയും കൊണ്ടിട്ട് വല്ല അസുഖം വന്ന എന്താ കാട്ടുക?
അസുഖം വന്നെങ്കിലേ അവിടെ നോക്കൂടി നിങ്ങള്. ഇജാണ്ട് പോയിക്കോ, ഞാൻ വരാം. ഇതൊന്നുകൊണ്ട് കൂട്ടിയിട്ട് വരാം. ആണ്ടമ്മ ഇങ്ങോട്ട് കേറിയേ. മാണ്ടന്മാരെ കുട്ടികള് പോയിക്കോ. ഇനിയിപ്പൊ അതിനൊരു പ്രശ്നം മാണ്ടമ്മ ഇവിടെ അടിച്ചോരിട്ട് വരാം. ഇജ്ജ് പോയിക്കോ. നിങ്ങള് നോക്കി വെക്കേ. ഞാൻ നോക്കി നിന്നോണ്ട്. എടി എന്നാ എന്റെ അമ്മയാണ് നമുക്ക് ഫോൺ വിളിക്കണെന്നാ. ഹലോ, എങ്ങനെ ഫോണൊക്കെ അടിച്ചു കിട്ടുക? ഫോണൊക്കെ കേടന്നിക്കണ്. അതിന് ഇവിടെ ഉണ്ടുള്ള ഒരു തള്ള കണ്ണും കാണാട്ടെ, അത് വന്നുകാണ്ട് ആ ഫ്രിഡ്ജിനെ വേണ്ടത് തള്ളിട്ടിക്കണു. ഗുളിക തരഞ്ഞ അത്ര. ഇനി എന്ത് കാട്ടണ്? ഒന്നും കാട്ടാനില്ല. ഇവിടെ ഓരോ പൈസ ഇല്ല നേരാക്കി കൊണ്ടണം എന്നുണ്ടെങ്കിൽ. ആകെ ഫുള്ള് പൊട്ടിക്കണ്, ഡിസ്പ്ലേ ഒക്കെ പോയിക്കണു. എന്ത് ചെയ്യണം? ആ ദേഷ്യം വരുന്നുണ്ട്. ദിവസം രാവിലെ നീച്ചേരും എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കും. എന്നും ക്ലാസ്സും കണ്ണി കണ്ടൊക്കെ പൊട്ടിക്കും. അപ്പൊ നിന്റെ ഫോണാ. ഞാൻ വിചാരിച്ചപ്പോ തള്ളായെടുത്ത് പൊട്ടിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ അത് റൂമിൽ തന്നെ വെച്ചിരുന്നു. ഞാൻ ആരെങ്കിലും അടിച്ചാല് കേട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് ആ ഫ്രിഡ്ജിന്റെ മേലെ കൊടുന്നച്ചേ. പാകാവും ഇല്ലാതായി. എന്ത് നോക്കണത്? നിങ്ങളെ പറ്റിട്ട് തന്നെ പറയണത്. എന്തെത്ര നോക്കാനുള്ളത്? എന്റെ അമ്മായിമ്മന്നെ ആർക്കാ എന്താ വിളിക്കണെന്നുള്ളത് അറിയണല്ലോ. അയ്യോ, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. നിങ്ങളെ കുറ്റം തന്നെ പറയണെന്ന്. മകളെ പെരേക്ക് പോവേ? നല്ല കഥ. ഓലൊക്കെ പോവും മകളെ പെരേക്ക്. ഞാൻ നോക്കൊന്നുമില്ല. അവളോട് ഞാൻ മുണ്ടാൻ തന്നെ പോവില്ല. ഞാൻ പിന്നെ വിളിക്ക. കുറച്ച് പണിയോടും കൂടി ഉണ്ട് അടുക്കളയില്. ഈ മഴ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പുറത്തത്തെ പണികളൊന്നും നടക്കൂല. ആയിക്കോട്ടെ. എന്നപ്പോ ഒരു അലർച്ച ഉണ്ട്. എന്തേലും ചെയ്യട്ടെ പോയിട്ട്. ശരി. എന്തൊക്കെ തീരും. അല്ല, വാപ്പ മരിച്ചപ്പോ കഴിഞ്ഞതൊക്കെ. എന്താണ് ഉമ്മ ഇവിടെ വന്നിരിക്കണേ? ഒന്നല്ലടാ, അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോളേ കുറച്ചായ ക്ഷീണം. അപ്പൊ വന്നിരുന്നതാ. മുഖമൊക്കെ വല്ലാതെ. ഒന്നല്ല, ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോണ് പൊട്ടിച്ചേണ്ടത്. ഉമ്മ അറിഞ്ഞിങ്ങാണ്ടല്ലല്ലോ ചെയ്തിക്കുന്നത്. അറിയാതെ കൈയട്ടിട്ട് വീണതാണ്. അറിഞ്ഞ പോലെ കണ്ണ് കാണണേ അമ്മക്ക്. അതിനൊന്നും ചികിത്സിക്കാനൊന്നും 10 പൈസ ഇല്ലല്ലോ. എന്തായാലും ഫോണ് പൊട്ടിയല്ലേ. അവിടെ കുട്ടിയൊരു ഫോണ് വാങ്ങി കൊടുത്താളോ ഓൾക്ക്. വാങ്ങാൻ ആഗ്രഹം ഇല്ലായിട്ടല്ല, കയ്യില് പൈസ ഇല്ല. പൈസ ഈ കമ്മല് കൊണ്ടുപോയിട്ട് ഇജ്ജ് വാങ്ങി കൊടുക്ക്. എന്തായാലും വേണ്ട, അത് ഇപ്പൊ ഇങ്ങക്ക് ഇട്ട് തന്ന മുതലല്ലമ്മ. ശരിയാണ്, ഇപ്പൊ തന്നേന്നെയാണ്. മരിക്കുമ്പോ
ഊരാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടതാണ്. സാരയ്യ, ഒരാവശ്യം വരുമ്പോ കൊടുക്കല്ലാതെ എന്താ ചെയ്യ. നാട്ടിത് കൊണ്ടേക്കും. ഉമ്മ അത് വേണ്ടമ്മ, ഇപ്പാന്റെ ഓർമ്മക്ക് വെച്ചിട്ട് തന്നതല്ലേ. ഇജ്ജ് സങ്കടപ്പെടണ്ടടാ, സാരയ്യ. ഇനിയിപ്പൊ എവിടുക്ക ഞാൻ കമ്മലൊക്കെ ഇട്ട് നടക്കണേ. പ്രായായില്ലേ, ആര് കാണാനാ. ഓരോ ആവശ്യങ്ങൾക്ക് തന്നെ അല്ലേ കൊടുക്കുക. സാരയില്ല, അമ്മയുടെ കുട്ടി ഇത് കൊണ്ടേക്കോ. നല്ല ഫോണിന്ന് വാങ്ങി കൊടുക്കട്ടാ. ഓള് ഇന്നെ എന്ത് പറഞ്ഞാലും ഒരു ദേഷ്യവും ഇല്ലെന്ന് പറഞ്ഞോളാം ഓളോട്. എന്റെ കുട്ടീനെ പോലെ തന്നെ ഞാൻ ഓളെയും കാണുന്നത്. പക്ഷെ ഓള് ഇന്നെ അങ്ങനല്ല കാണുന്നത്. ഓളോളം മനസ്ഥാനത്തൊന്നും ഇന്നെ കാണുന്നില്ല. ചെല്ല്, കൊടുന്ന് കൊടുക്ക് പോയിട്ട്. ഫോൺ പൊട്ടി. ഇപ്പൊ ചങ്ങായുടെ വൺ തേറ്റി കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ കാരം ചൂടാവും. പാട്ടേക്ക് എടി, എന്താ എനിക്ക് ഫോണ്? ഇതെവിടുന്ന ഫോണ്? ഇത് ഉമ്മ വാങ്ങിയതാ. അണക്കല്ല സമാധാനം ആവട്ടെ എല്ലേതുകൊണ്ടും. ആയിക്ക് സമാധാനായി. എന്റെ ഫോണ് കേടെടുത്തിട്ട് എല്ലാരേലും പറഞ്ഞിട്ട് പൊട്ടിക്കാനി. ഇപ്പൊ വാങ്ങി തന്നേന് ഇപ്പൊ നിങ്ങളിങ്ങനെ പറയണത്. എടി, ഇത്രക്ക് ദുഷ്ട മനസ്സൊന്നും ആവരുത് എന്റേത് കേട്ടോ. ആ പാവത്തിന്റെ കമ്മല് ഊരിയിട്ടാണ് എനക്ക് ഈ ഫോണ് വാങ്ങി തന്നിക്കണത്. അത് ഇജ്ജ് മറക്കണ്ട. ആകെ ഉണ്ടായിരുന്ന ഒരു സാധനേന്നു. എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോളിത്. ഏയ്, ഇജ് എടുക്കണം. അനക്ക് അതന്നെയല്ല ആവശ്യം. അനക്ക് വേറെ ഫോണ് കിട്ടണം തന്നെയല്ല ആവശ്യം. ആ പാവത്തിന്റെ കണ്ണീരോണ്ടാണ് ഇത് വാങ്ങിയിരിക്കണത്. അന്റെ അമ്മാനെ അന്റെ നാത്തൂനാണ് ഇങ്ങനെ ഇട്ട് കാട്ടണെന്ന് വെച്ചാൽ അന്റെ അവസ്ഥ എന്തേ കാലം. ആദ്യം ഇജ്ജ് അത് മനസ്സിലാക്ക്. തീരെ ഒരു അന്തമില്ലാത്തോളൂ. അന്റെ മക്കൾ എന്നെ എങ്ങനെ കാട്ടിട്ട് അപ്പോഴാണ് എനിക്ക് മടിയുള്ളൂ. എടുത്തോ, ഉപയോഗിച്ചൂട്. പുതിയ ഫോണായില്ലേ. സംഭവം ശരിയാണ്. ഇപ്പൊ മരിക്കണേന്റെ മുന്നിട്ട് കൊടുത്തല്ല കമ്മല്. പിന്നെ വാങ്ങി അറിയുമ്പോ ഉമ്മ, നിങ്ങൾ എന്തിനാ കമ്മല് വിറ്റിട്ടൊക്കെ ഇത് വാങ്ങിയത്? ഞാൻ അപ്പത്തെ ഇതിൽ പറഞ്ഞു പോയതാ. ഉമ്മ എന്നോട് ക്ഷമിക്കണം. സാരില്ലടേ, ആ ഊരിച്ചിട്ട് ഇപ്പൊ എന്താ? പ്രായായില്ല, ഇനിയിപ്പൊ ആര് കാണാനാണ്? അല്ലമ്മ, എനിക്ക് ആദ്യം മുതലേ എന്റെ അമ്മ ഇപ്പൊ ഓരോന്നൊക്കെ വാങ്ങി തന്ന് ശീലാക്കിയതാ. സ്നേഹം എന്താന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഓലോ അങ്ങനെ കണ്ണി കണ്ടതൊക്കെ വാങ്ങി തന്നിട്ടും ചെയ്തിട്ടും സ്നേഹിക്കൊന്നും ചെയ്തിട്ടില്ല. ഓരോന്ന് വാങ്ങി തന്നിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുത്തി അങ്ങനെ വളർന്നതല്ലേ ഞാന്. സ്നേഹത്തിന്റെ വില എന്താന്നുള്ളത് എനിക്കറിയില്ല. എന്നോട് ക്ഷമിക്കണം. അതിന് എന്നോട് ഒരു ഏറിയില്ല. ഞാൻ എന്റെ കുട്ടിനെ പോലെ തന്നെ അല്ല അന്യം കാണുന്നത്. പിന്നെ അനക്ക് എന്റെ പെരേക്കൊക്കെ ഒന്ന് വിളിക്കാനൊക്കെ ഉള്ളതല്ലേ. അറിയാതെ കൈയട്ടി വീണാണ്. കൽപ്പിച്ചു കൂട്ടിട്ട് ഇപ്പൊ ഒരാള് തള്ളിയിടൊന്നുമില്ലല്ലോ. സാരില്ല, നീ ആ ഫോൺ ഉപയോഗിച്ചോ. കുഴപ്പമൊന്നുമില്ല. ഉമ്മക്ക് സങ്കടമൊന്നുമില്ല. ചെല്ല്. ഞാൻ കാരണം ഓരോടയിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഒന്നും
എന്റെ അടുത്തൊന്നും ഇനി ഒരു തെറ്റ് പറ്റാതിരിക്കട്ടെ.